കണ്ണൂർ ബേക്കോട്ട് ബേക്കോട്ട്. മർദ്ദനം ശബ്ദമിതാ അത് ഇനി മുറക്ക് വിളിക്കും ഞങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, കായിക കേരളം സിന്ദാബാദ്, കായിക കേരളം സിന്ദാബാദ്. മാർച്ച് ആരംഭിക്കണം. ദയവ് ചെയ്ത് സഹകരിക്കുക. എല്ലാ കായിക കേരളം സിന്ദാബാദ്. അധ്യാപകരെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കായികാധ്യാപക സംഘടന സിന്ദാബാദ്. അധ്യാപക സംഘടന കവർ ചെയ്യണ എല്ലാരെയും. ഒരു ഒരു കൂട്ടരെ ഒരു 100 മിനിറ്റ് സാധനം എല്ലാം കൊണ്ടുപോവാം. കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുക. കായിക കേരളം സുന്ദര കേരളമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. നമ്മുടെ കേരളത്തിൽ കായിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉന്നതമായ പ്രശ്നങ്ങൾ അവകാശമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അസ്വസ്ഥയും ആഗ്രഹമായ നിയമനമാണ്. സെക്രട്ടറി സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ്. കായിക കേരളം സുന്ദര കേരളം. കായിക കേരളം സുന്ദര കേരളം. കായിക കേരളം സുന്ദര കേരളം. കായിക കേരളം
സുന്ദര കേരളം കായിക കേരളം സുന്ദര കേരളം കായിക കേരളം സുന്ദര കേരളം നാടായ നാടൊക്കെ പാടുമ്പോൾ നാടായ നാടൊക്കെ പാടുമ്പോൾ അക്ഷരങ്ങൾ അഗ്നിയായി ജ്വലിച്ചവർ ബിപിഎട്ടും എംപിഎട്ടും പാടുപെട്ട് നേടിയോ ഉണർന്നടിക്കൂ കണ്ണു തുറക്കൂ ഉണർന്നടിക്കൂ കണ്ണു തുറക്കൂ അധ്യാപകരെ നിയമിക്കൂ അധ്യാപകരെ നിയമിക്കൂ അധ്യാപകരെ നിയമിക്കൂ അധ്യാപകരെ നിയമിക്കൂ അവകാശങ്ങൾ സംരക്ഷിക്കുക പഠിച്ചിറങ്ങിയ ധാരങ്ങൾ പഠിച്ചിറങ്ങിയ ധാരങ്ങൾ തസ്തികയൊക്കെ കളയുമ്പോൾ തസ്തികയൊക്കെ കളയുമ്പോൾ തസ്തികയൊക്കെ കളയുമ്പോൾ ബിപിഎട്ടും എംപിഎട്ടും ബിപിഎട്ടും എംപിഎട്ടും ബിപിഎട്ടും എംപിഎട്ടും കായിക കേരളം പറയുന്നു കായിക കേരളം പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു ജോലിയും കൂലിയും തന്നെ തുല്യതയില്ല ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് കായിക അധ്യാപക സംഘടന സിന്ദാബാദ് കായിക കേരള സംഘടന സിന്ദാബാദ് സെക്രട്ടറി ധർണ സിന്ദാബാദ് സെക്രട്ടറി ധർണ സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സെക്രട്ടറി ധർണ സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഒരു വെയിലത്തോ ഇപ്പോഴും ഒരു വെയിലത്തോ കോരിച്ചെറിയും മഴയത്തോ കോരിച്ചെറിയും മഴയത്തോ ഒറ്റക്കെട്ടായി കളിക്കളത്തിൽ ഒറ്റക്കെട്ടായി കളിക്കളത്തിൽ ഒറ്റക്കെട്ടായി കളിക്കളത്തിൽ ഒറ്റക്കെട്ടായി കായിക കേരളം പറയുന്നു കായിക കേരളം പറയുന്നു പറയുന്നു ജോലിയും കൂലിയും തന്നേ തീരോ ജോലിയും കൂലിയും തന്നേ തീരോ ജോലിയും കൂലിയും തന്നേ തീരോ ജോലിയും കൂലിയും തന്നേ തീരോ കെട്ടുണരാതെ ഉറങ്ങുന്നവരെ കെട്ടുണരാതെ ഉറങ്ങുന്നവരെ കെട്ടുണരാതെ ഉറങ്ങുന്നവരെ
കാലിക പ്രസക്തിയുള്ള ഈ ധർണം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന അവർ അതുപോലെ ഈ പ്രതിഷേധ സൂംബ നടത്തുന്നതിന് തയ്യാറായ കായികാധ്യാപക സുഹൃത്തുക്കൾ, ഇനി അങ്ങോട്ട് കായിക അധ്യാപകർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കുന്ന, നയം വ്യക്തമാക്കുന്ന ബഹുമാനായ കായികാധ്യാപക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സാഹിർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പ്രതിഷേധ ധർണയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനായ ABCC കായിക ഘടകം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നജ്മുദ്ദീൻ സാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാർ, ഒരുപക്ഷെ കേരള വിദ്യാഭ്യാസ ഏഴിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കാസർഗോഡ് മുതൽ സൂചിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഒഴിയുന്നു കായിക അധ്യാപകർ, കിതയ്ക്കുന്നു കായിക കേരളം. ഒഴിയുന്നു കായിക അധ്യാപകർ, തളരുന്നു ആരോഗ്യ കേരളം. ഒഴിയുന്നു കായിക അധ്യാപകർ, കൈവിട്ടു പോകുന്നു വിദ്യാർത്ഥി സമൂഹം. നോക്കൂ, എല്ലുമുറിയെ പണിയെടുത്ത് വിരലിലെണ്ണാവുന്ന കുറഞ്ഞ ശമ്പളവുമായി സമൂഹത്തിന്റെ നിലനിൽപ്പിനാധാരമായ വിദ്യാർത്ഥി സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ വിദ്യാഭ്യാസ മേലാളന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ശക്തമായ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രതിഷേധം വെറുതെയല്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നിലനിൽപ്പിനാധാരമായ വിദ്യാർത്ഥി സമൂഹത്തെ അവരിലേക്ക് കൊണ്ടുവരാൻ, അവരെ തിരിച്ചറിഞ്ഞു, അവരെ സംരക്ഷിക്കുന്ന രക്ഷകർത്താക്കളെ സ്നേഹിക്കുന്ന, അവരുടെ ബന്ധുക്കളെ ബഹുമാനിക്കുന്ന, എന്തിനേറെ അധ്യാപകരെയും മുതിർന്നവരെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രതിഷേധം. അധ്യാപക സമൂഹം ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സ്വന്തം മാതാവിനെ കൊല്ലാൻ മടിക്കാത്ത വിദ്യാർത്ഥി, സ്വന്തം സഹോദരനെ കൊല്ലാൻ മടിക്കാത്ത വിദ്യാർത്ഥി, സ്വന്തം ജീവിത സഹിയെ പോലും നാം ഏറെ പിന്നോട്ട് നമ്മള് കൂടുതൽ കാര്യത്തിലൂടെ നീങ്ങുന്നില്ല. നമ്മുടെ സ്വാഗത പ്രാസംഗിക എല്ലാവരെയും തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. KPSPGയുടെയും DPGയുടെയും സംയുക്ത ആഭിമുഖ്യത്തില് നമ്മൾ ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയും വളരെ ഭംഗിയായി മാർച്ച് കൊണ്ടുപോവുകയും തുടർന്ന് ധർണ പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പോയി ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളിൽ ഒരുവനായ ഒരു കായിക അധ്യാപകന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഒളിമ്പിക്സിലെത്തിയത്. അതെനിക്ക് അഭിമാനപരമായി എനിക്ക് പറയാൻ, ഞാൻ PR വർക്ക് ചെയ്യാത്ത ചങ്കുറപ്പോടുകൂടി എന്റെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നു. മറ്റുള്ള ഒരാളെ സപ്പോർട്ടില്ലാതെ ഒരു കായിക അധ്യാപകൻ, നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒരു കായിക അധ്യാപകൻ ഉണ്ടെങ്കിൽ ആ കായിക അധ്യാപകൻ ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത് നല്ലൊരു കായിക കേരളം, അല്ലെ ഒരു കായിക വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മുടെ കേരള ടീം എന്ന് പറയുമ്പോൾ കേരളത്തിനെ മറ്റുള്ള സ്റ്റേറ്റുകാർ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുമായിരുന്നു. ഇന്ന് ജൂനിയർ മീറ്റിന് പോകുമ്പോൾ ഒരു മെഡൽ പോലും ഇല്ലാതെ തിരിച്ചു വരുമ്പോൾ സ്പോർട്സ് കഴിയുന്നതിന് മുമ്പായിട്ട് മുണ്ടിട്ട് തിരിച്ചു വരേണ്ട ഒരു ഗതികേടാണ് നമുക്ക് കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മുടെ
രംഗത്ത് തൊഴിൽശാലയാണോ അത്യാവശ്യമായി റഫറൻഡം നടത്തിക്കൊണ്ട് അംഗീകാരമുള്ള സംഘടനകൾ തിരഞ്ഞെടുക്കുന്ന ഇതിനല്ല നമ്മുടെ ഊർജ്ജം ചെലവഴിക്കേണ്ടത്.